ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വേറിട്ടൊരു ഷിപ്പ് യാത്രയാണ് കാണിക്കുന്നത്. കൊച്ചി ബാക്ക് വാട്ടറിൽ നിന്ന് ആരംഭിച്ച് ആഴക്കടലിൽ പോയിട്ട് തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ്. ഇതിപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ അടുത്ത് തന്നെ, അതിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ട് ബോട്ടുകളൊക്കെ പോകുന്നത് കാണാം. കുറച്ച് നേരം നമ്മൾ ബാക്ക് വാട്ടറിൻ്റെ അരികിൽ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നു. അതിനുശേഷം നമ്മുടെ ഷിപ്പിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഷിപ്പ് യാത്ര എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ബാക്കി നമുക്കിനി ഷിപ്പിലെ യാത്ര വരണമൊക്കെ നേരിട്ട് കാണാം. ഇവിടെ ഈ കായലിൻ്റെ അരികത്ത് വൈകുന്നേരങ്ങളിൽ നേരം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് കയറേണ്ട ഷിപ്പാണ് ഈ കാണുന്നത്. കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പെട്ടെന്ന് അതിലേക്ക് കയറി. എൻട്രൻസിൽ തന്നെ കുറേ ആൾക്കാർ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അകത്ത് വിശാലമായ ഒരു കമ്മ്യൂണിറ്റി ഹാളാണ്. ഇതിൽ ഒരു ഡാൻസ് പ്രോഗ്രാം, മ്യൂസിക് പ്രോഗ്രാം ഇതൊക്കെ ഇവിടെ വെച്ചാണ് അവർ നടത്തുന്നത്. ഷിപ്പ് ബാക്ക് വാട്ടറിൽ നിന്ന് ആഴക്കടലിലേക്ക് മെല്ലെ യാത്ര ആരംഭിച്ചു. ലൈറ്റ് കുറഞ്ഞത് കാരണം പുറത്തുനിന്നുള്ള വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും. അകത്തേയുള്ള വീഡിയോ ക്ലിയർ ഉണ്ടായിരിക്കും. യാത്ര പുറപ്പെട്ട ഉടനെ ക്രൂ മെമ്പേഴ്സെല്ലാം നമ്മളെ എല്ലാവരും പരിചയപ്പെടുത്തി. ഇതുപോലുള്ള ചെറിയ ഷിപ്പ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൂടെ സ്റ്റാർട്ടാക്കി പോകുന്നുണ്ടായിരുന്നു. നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് നമ്മൾ വിദൂരമായിക്കൊണ്ട് ഉള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കടലിലേക്ക് പ്രവേശിച്ചു. കടലിൽ വലിയ തിരമാലകൾ പേടിപ്പെടുത്തുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഞാൻ അകത്തേക്ക് പോയപ്പോൾ അവിടെ ഡാൻസ് പരിപാടി ആരംഭിച്ചിരുന്നു.
കയറിയ യാത്രക്കാരൊക്കെ നന്നായിട്ട് ഡാൻസും പരിപാടിയൊക്കെ എൻജോയ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ അവർ മെസ്സേജ് തന്നു ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന്. അതിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാൻ ആരംഭിച്ചിരുന്നു. ഞാൻ അവിടെ ഭക്ഷണത്തിൻ്റെ ഇത് കാണിച്ചു തരാം. നല്ല ഫുഡായിരുന്നു അവിടുത്തെ ഭക്ഷണം. പല പല കണ്ടെയ്നറുകളിൽ പല ഫുഡുകളും നിരത്തിയിട്ടുണ്ടായിരുന്നു, ലേഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെജിറ്റേറിയന് വേറെ, നോൺ വെജിറ്റേറിയന് വേറെ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളെ വേറൊരു ഷിപ്പിൻ്റെ വേറൊരു കോൺഫറൻസ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നൈറ്റ് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഓഫാക്കി കളർ ലൈറ്റുകളുടെ ഇടയിൽ ഡാൻസും സ്വന്തമായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും ഫാമിലിയും നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ പ്രോഗ്രാം. മടക്ക യാത്രയിലേക്ക് ഉള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ നമ്മൾ എത്താൻ പോകുന്നതിന് മുമ്പേ അവിടുത്തെ ദൂരക്കാഴ്ച കളർ ലൈറ്റുകൾ കൊണ്ട് കാണാൻ പറ്റും. ഏകദേശം 2.5 മണിക്കൂർ നമ്മൾ ഇതിൽ ചിലവഴിച്ചു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ഇത്. ഇതുപോലുള്ള ട്രാവൽ കാഴ്ചകൾ ഇനിയും കാണിച്ചു തരുന്നതാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. താങ്ക് യു ഫോർ ദ വാച്ചിങ്.